2 14, 15, 16. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവരെ പഠിപ്പിക്കുക. ഇതിനകത്ത് താഴോട്ട് വരുമ്പോൾ ക്രിസ്തീയ പൗരത്വമൊക്കെ ഉണ്ട്, ഇതൊക്കെ പറയണം നമുക്ക്. ഇതിനകത്ത് ഏറ്റവും ഇന്നത്തെ പ്രാക്ടിക്കൽ ലൈഫ് പറയേണ്ട പ്രാക്ടിക്കൽ ലൈഫ്, ഈ ലൈഫിൽ പഠിച്ചിരിക്കേണ്ടതും പ്രാക്ടീസ് ചെയ്യേണ്ടതുമായ കാര്യമായി എഴുതിയിരിക്കുന്നു. നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത് വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന് അനുരൂപപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ നടുവിലാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. കർത്താവ് പറഞ്ഞു, യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, പ്രാർത്ഥിച്ചപ്പോൾ പിതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ, ഇവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്, പക്ഷേ ഈ ലോകത്തിൽ ഇവരെ നീ സൂക്ഷിച്ചോണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. കാരണം നമുക്ക് ലോകം വിട്ട് ഓടിപ്പോകാനൊന്നും പറ്റത്തില്ല, രാജ്യം വിട്ട് ഓടിപ്പോകുവാനൊന്നും പറ്റത്തില്ല. കാരണം വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ തന്നെയാണ് ദൈവം സഭയെ സ്ഥാപിച്ചിരിക്കുന്നത്, സഭയെ നിലനിർത്തിയിരിക്കുന്നത്. പക്ഷെ അവിടെ എങ്ങനെ ആയിരിക്കണം എന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്. നമ്മൾ ദൈവമക്കളാണ് എന്ന് നമ്മൾ ഈ ലോകത്തിൽ കാണിച്ചു കൊടുക്കണം. പിടികിട്ടിയോ? ഇവിടെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. ഇവിടെ പറയുന്നത് നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന്. അപ്പം എന്താകേണ്ടതിന്? നമ്മൾ ഈ തലമുറയുടെ മധ്യത്തിൽ നമ്മൾ ദൈവമക്കളാണെന്ന് ലോകത്തിന് വെളിപ്പെടുത്തി കാണിക്കണം. സ്തോത്രം. ആരൊക്കെയുണ്ട് ഇതിനകത്ത് ദൈവമക്കൾ? ആരൊക്കെയുണ്ട് ദൈവമക്കൾ? അപ്പം ദൈവമക്കൾക്ക് ദൈവത്തിന്റെ സ്വഭാവം. കോഴിക്കുഞ്ഞിന് ആരുടെ സ്വഭാവ? പണ്ടൊക്കെ പറഞ്ഞിട്ടുള്ള ആരുടെ സ്വഭാവ? ഉറകെ കോഴിയുടെ സ്വഭാവം കാണിക്കും. ദൈവത്തിന് ജനിച്ചതിന് ആരുടെ സ്വഭാവം വേണം? അപ്പം ഈ തലമുറയുടെ മധ്യത്തിൽ നടുവിൽ നമുക്ക് ആരുടെ സ്വഭാവമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്? ദൈവത്തിന്റെ സ്വഭാവം. നമ്മൾ ദൈവമക്കളായതുകൊണ്ട് ഈ പറയുന്ന ഉപദേശം അനുസരിച്ചേ മതിയാകുള്ളൂ. 2, ഈ തലമുറകളുടെ മധ്യത്തിൽ, ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നമ്മൾ ലോകത്തിന്റെ വെളിച്ചമായി നിൽക്കണമെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചേ മതിയാകുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? 2 കാര്യമാണ് പറയുന്നത്. ശ്രദ്ധിച്ചേ. 1, ദൈവത്തിന് നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന്. അപ്പൊ ഈ 2 കാര്യങ്ങൾ ആകേണ്ടതിന്, വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ നിഷ്കളങ്കരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന്. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ. 1, ദൈവത്തിന്റെ മക്കൾ ആയിരിക്കേണ്ടതിനും. 2, ഇവരുടെ നടുവിൽ നമ്മൾ വ്യത്യസ്തരായിരിക്കേണ്ടതിനും. 2 കാര്യം മനസ്സിലായോ? എന്തൊക്കെയാ? സമയമില്ലാതെ വേഗത്തിൽ പറയുന്നത് 2 കാര്യങ്ങൾ. 1, ഈ ലോകത്തിന്റെ നടുവിൽ നമ്മൾ ദൈവമക്കൾ എന്ന വ്യത്യസ്തത നമുക്കുണ്ടായിരിക്കണം. അത് മനസ്സിലായോ? രാമി പറഞ്ഞേ. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ വ്യത്യസ്തരായിരിക്കണം. നമ്മൾ എവിടെ ആയിരിക്കുന്നു അവിടെ നമ്മൾ ആരുടെ സ്വഭാവം വെളിപ്പെടുത്തണം? ഉറക്കെ പറഞ്ഞേ. ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുത്തണം. 2, അവിടെ പറയുന്നത് പരമാർത്ഥികൾ. പിന്നെ ഈ ലോകത്തിൽ നമ്മളിലൂടെയാണ് യേശുവിനെ വെളിപ്പെടുത്തേണ്ടത്. അപ്പൊ ഈ 2 കാരണങ്ങളാലും ഇവിടെ ഈ പറയുന്ന 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. എന്തൊക്കെ? എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. ഈ 2 കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ 2 കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കി കളയണം. എന്തൊക്കെ? ഉറക്കെ ശബ്ദമുയർത്തി പറ. നമ്മൾ ഈ തലമുറ എന്ന് പറയുന്നത് പിറുപിറുപ്പിന്റെ തലമുറയാണ്. എന്ത് കണ്ടാലും പിറുപിറുക്കുന്നവരാണ് ഈ കാലഘട്ടത്തിലുള്ളവർ. ഇപ്പൊ മുന്നിൽ പോകുന്ന പുള്ളി ഒന്ന് ആഞ്ഞ് ബ്രേക്ക് പിടിച്ചാൽ നമ്മൾ പിറുപിറുക്കും. നമ്മൾ പോകുന്ന വഴിക്ക് അസാധാരണമായൊരു ട്രാഫിക് അനുഭവപ്പെട്ടാൽ നമ്മൾ പിറുപിറുക്കും. ഇപ്പം നമ്മൾ വീട്ടിൽ ചെല്ലുമ്പോൾ ആഹാരത്തിന് രുചിയില്ല, അല്ലെ പറഞ്ഞ സമയത്തിന് ആഹാരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിറുപിറുക്കും. നമുക്ക് ജോലിയിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമ്മൾ പിറുപിറുക്കും. നമ്മൾ പ്രതീക്ഷിച്ച സമയത്ത് ശമ്പളം കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിറുപിറുക്കും. എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും പിറുപിറുക്കുന്ന ഒരു തലമുറയുടെ നടുവിൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് പിറുപിറുപ്പില്ലാത്തവരായിരിക്കണം. ഈ ലോകത്തിൽ എല്ലാത്തിൻ്റെ മുമ്പിൽ എല്ലാത്തിനും പിറുപിറുക്കുന്ന ഒരു തലമുറയുടെ മധ്യത്തിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ എങ്ങനെ ആയിരിക്കണം? പിറുപിറുപ്പില്ലാത്തവരായിരിക്കണം. പറഞ്ഞേ, പിറുപിറുപ്പില്ലാത്തവരായി. ഇങ്ങോട്ട് നോക്കിയേ. നമുക്ക് ആഹാരം കിട്ടുമ്പോൾ ആഹാരത്തിന് രുചിയില്ലെന്ന് പറഞ്ഞ് പിറുപിറുക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് കോടാനുകോടി കുഞ്ഞുങ്ങൾ ആഹാരമില്ലാതെ ഭാരപ്പെടുക. അപ്പം നമുക്ക് ദൈവം ആഹാരം തന്നു. പോട്ടെ, ഉപ്പില്ലായിരിക്കാം, പോട്ടെ, ഉദ്ദേശിച്ച കറിയില്ലായിരിക്കാം, പക്ഷെ നമുക്ക് എന്തുണ്ടാകാൻ പാടില്ല? അനേകർക്ക് ശമ്പളം കിട്ടാതിരിക്കുമ്പോൾ, അനേകർക്ക് ജോലി ഇല്ലാതിരിക്കുമ്പോൾ,
കിട്ടിയ ജോലിയെക്കുറിച്ച് നമ്മൾ വിറവെടുക്കുമ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ദൈവത്തെ നിന്ദിക്കുന്നവരായി തീരുക. അപ്പൊ നമുക്ക് ജോലിയിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ അതിന് പിറുപിറുക്കുകയല്ല വേണ്ടത്, മറിച്ച് കർത്താവേ, എനിക്ക് ഈ സാഹചര്യത്തിലും അങ്ങ് ജോലി തന്നല്ലോ എന്ന് പറഞ്ഞ് ഒരു സ്തോത്രം ചെയ്യാൻ കഴിയുമെങ്കിൽ അവരെയാണ് ദൈവമക്കൾ എന്ന് ലോകം കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സമൂഹത്തിന്റെ മുമ്പിൽ എന്തായിത്തീരണം? ദൈവമക്കളെന്ന് തെളിയിച്ചു കൊടുക്കണം. സമൂഹത്തിന് മുമ്പിൽ നമ്മൾ സുവിശേഷത്തിന്റെ വക്താക്കളായി മാറണം. അങ്ങനെ ആയിത്തീരണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. ഈ ലോകത്തിലെ സകല മനുഷ്യരും എല്ലാ കാര്യത്തിനും വേണ്ടി പിറുപിറുക്കുന്നവരും എല്ലാ കാര്യത്തിനും വാദഗതികൾ ഉന്നയിക്കുന്നവരാകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മൾ പിറുപിറുക്കുന്നവരായിരിക്കരുത്. അയ്യോ, എനിക്കൊരു തലവേദനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിറുപിറുക്കുമ്പോൾ ചിന്തിക്കണം, അവൻ എഴുന്നേറ്റ് നടക്കാൻ മേലാതെ എത്രയോ ആളുകൾ ബെഡിലിരിക്കുമ്പോൾ നമ്മുടെ ഈ തലവേദന ഒരു വിഷയമാക്കാനേ പാടില്ല. നമ്മൾ വിളിച്ചു പറഞ്ഞു, കർത്താവേ, നീ എനിക്ക് തന്ന ആരോഗ്യത്തിനായി സ്തോത്രം. അവൻ എന്തെങ്കിലും ഒരു വിഷയം പിറുപിറുക്കാൻ പിശാചി നമ്മളെ മുമ്പിൽ കൊണ്ടുവെക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയാമോ? നമ്മൾ ആ ലോക മനുഷ്യൻ പിറുപിറുക്കുന്ന പോലെ പിറുപിറുക്കാതെ നമ്മൾ അവരിൽ നിന്ന് വ്യത്യസ്തരായി പിറുപിറുപ്പ് മാറ്റി ജീവിക്കാമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളുടെ വൻ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ ചെയ്യും. അവൻ ഈ വക്രതയും കോട്ടവുമുള്ള തലമുറ എല്ലാ കാര്യത്തിനും പിറുപിറുക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയാം, നമ്മൾ എന്തായിരിക്കണം? നമ്മൾ പിറുപിറുപ്പില്ലാത്തവരായിരിക്കണം. ഒരു കാര്യത്തിലും ദൈവമക്കൾ പിറുപിറുക്കരുത്. ഒരു കാര്യത്തിലും പിറുപിറുക്കരുത്. ഈ പിറുപിറുപ്പ് വരുന്ന എവിടുന്നാണ്? ഇങ്ങോട്ടേക്ക് പിറുപിറുപ്പ് വരുന്ന ഒന്ന് ഡിസാറ്റിസ്ഫാക്ഷൻ, ഒരു കാര്യത്തിന് സംതൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ് പിറുപിറുപ്പ് വരുന്നത്. നമുക്കൊരു ബോധ്യം വേണം. ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ നമുക്കൊരു ബോധ്യം വേണം, ഞാൻ എൻ്റെ ദൈവത്തിന്റെ സന്തതിയാണ്. എൻ്റെ അപ്പൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അത് താമസിക്കുന്നെങ്കിൽ അത് അപ്പന്റെ പദ്ധതി, അത് നേരത്തെയായാൽ അതും അപ്പന്റെ പദ്ധതി. ഞാൻ വന്നത് ദൈവകൃപ, ഞാൻ ആയിരിക്കുന്നത് ദൈവകൃപ. ഒന്നും ദൈവഹിതമല്ലാതെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല എന്ന വലിയൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ, വലിയൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പിറുപിറുപ്പുകൾ ഒഴിവാകും. ഉറക്കെ പറ പിറുപിറുപ്പ്, ഉറക്കെ പറ പിറുപിറുപ്പ്, ശബ്ദമുയർത്തി പറ പിറുപിറുപ്പ്, ഒന്നുകൂടെ പറ പിറുപിറുപ്പ്. നിങ്ങളുടെ കുടുംബ ജീവിതത്തിനകത്തുനിന്ന് പിറുപിറുപ്പ് മാറിപ്പോട്ടെ, നിങ്ങളുടെ ഓഫീസിനകത്തുനിന്ന് പിറുപിറുപ്പ് മാറിപ്പോട്ടെ. നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് ചിന്തിക്കുന്നത് വലിയ കാര്യമാണ്, എന്തോ ഈ പിറുപിറുപ്പ്. ഈ പിറുപിറുപ്പ് മാറിയ ജീവിതം അസാധാരണമായി തരും. സ്വർഗതുല്യമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ നിനക്ക് നയിക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിനകത്തുനിന്ന് പിറുപിറുപ്പ് മാറിപ്പോട്ടെ. ഇങ്ങോട്ട് എനിക്ക് നിങ്ങൾക്ക് പലർക്കും ഇത് വലിയ സംഭവമായിട്ട് വലിയ കട്ടിയായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഭൂമിയിൽ ജീവിക്കുന്ന എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയും, സകല വിശ്വാസത്തിന്റെ ഉള്ളിൽ ഒരു പിറുപിറുപ്പുണ്ട്. ആ പിറുപിറുപ്പ് മാറിയെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ ഇഷ്ടമക്കളായി തീരുവാൻ കഴിയുള്ളൂ. എല്ലാ പിറുപിറുപ്പും മാറി ആകേണ്ടത്, എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യും. ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ അത് പിറുപിറുപ്പോടെ ചെയ്യരുത്. അതെ, ഇപ്പൊ ഒത്തിരി തമാശയൊക്കെ ഇതിനകത്ത് പറയാൻ പറ്റും, പക്ഷെ സമയമില്ല. എന്ത് ചെയ്താലും പിറുപിറുക്കുന്നവരുണ്ട്, എന്തോ കാണിച്ചാലും പിറുപിറുക്കുന്നവരുണ്ട്, എന്ത് കൊടുത്താലും പിറുപിറുക്കുന്നവരുണ്ട്. അവൻ എത്ര നല്ല കറി വെച്ച് കൊടുത്താലും പിറുപിറുക്കുന്ന അച്ഛന്മാരുണ്ട്, എന്തൊക്കെ മേടിച്ചു കൊടുത്താലും പിറുപിറുക്കുന്ന അമ്മമാരുണ്ട്. എന്ന് വെച്ചാൽ പിറുപിറുപ്പ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. പക്ഷെ നമ്മൾ വ്യത്യസ്തരാ. നമ്മൾ ഈ ലോകത്തിന് അനുഭവപ്പെട്ട് ജീവിക്കേണ്ടവരല്ല. ഒരുവൻ ക്രിസ്തുവിനായി കഴിഞ്ഞാൽ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നു. അവന്റെ സ്വഭാവം പിന്നെ ദൈവത്തിന്റെ സ്വഭാവമായി. ദൈവം പിറുപിറുക്കാത്തടത്ത് നമ്മൾ പിറുപിറുക്കുന്നത് ദൈവഹിതമല്ല ബ്രദറെ, ദൈവഹിതമല്ല സിസ്റ്ററെ. അതുകൊണ്ട് എല്ലാം പിറുപിറുപ്പില്ലാതെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ആമേൻ. ഉറക്കെ പറ പിറുപിറുപ്പിന്റെ ആത്മാവേ എന്നെ വിട്ടുപോകും. ഒന്നിനെ കുറിച്ചും പിറുപിറുക്കരുത്. പറ ഒന്നിനെ കുറിച്ചും പിറുപിറുക്കരുത്. ഇവിടെ നോക്കി, കർത്താവ് ഇന്ന് രാവിലത്തെ വാട്സപ്പ് മെസ്സേജിനകത്ത് ഇതാ എൻ്റെ ഹൃദയത്തിൽ ഒന്നിനെ കുറിച്ച് നമ്മൾ ആകുലപ്പെടും. പല ആകുലതകളും നമ്മളെ പിറുപിറുപ്പിലേക്ക് കൊണ്ടുപോകാം. നമ്മൾ നാളെക്കുറിച്ച് വിചാരപ്പെടേണ്ട ആവശ്യമില്ല. ആർത്തിരിക്കാനോട് ചിരിച്ചോണ്ട് പറയാം, നാളെക്കുറിച്ച് വിചാരപ്പെടരുത്. ഭാഷയൊക്കെ അങ്ങനെ പറയാം, എനിക്കല്ല എൻ്റെ ഭാരം അറിയുള്ളൂ. അതാണ് നിന്റെ പ്രശ്നം, അതാണ് നിന്റെ പ്രശ്നം. കർത്താവ് പറഞ്ഞു നാളെക്കുറിച്ച്. കർത്താവ് അങ്ങനെ പറഞ്ഞെങ്കിൽ പിന്നെ നമ്മൾ വിചാരപ്പെടുന്ന അനീതിയല്ലേ, ദൈവവചനത്തിന് വിരുദ്ധമല്ലേ? ആണോ? നമ്മൾ വിചാരിക്കും വിചാരം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് മാത്രം ചെയ്യാതിരുന്നാൽ മതിയോ? കർത്താവ് പറഞ്ഞ് സകലതും അനുസരിക്കാൻ പഠിക്കണം. കർത്താവ് പറഞ്ഞു നാളെക്കുറിച്ച് വാ തുറന്നു പറഞ്ഞു, നാളെക്കുറിച്ച് വിചാരപ്പെടരുത്. ഒന്നുകൂടെ ശബ്ദമുയർത്തി പറഞ്ഞു, നാളെക്കുറിച്ച് വിചാരപ്പെടരുത്. നാളെക്കുറിച്ച് വിചാരപ്പെടരുതെന്ന് പറഞ്ഞിട്ട് പിന്നെ താടിക്ക് കൈ കൊടുത്ത് വിചാരപ്പെടുകയാണെങ്കിൽ നമ്മൾ ഈ കേട്ട വചനം കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല. ദൈവം പറഞ്ഞു നാളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യരുത്. പാസ്റ്റർക്ക് അങ്ങനെയൊക്കെ പറയാം, എനിക്കല്ല എൻ്റെ കാര്യം അറിയുള്ളൂ. അതാ നിന്റെ പ്രശ്നം. നിന്റെ കാര്യം ദൈവത്തിന് അറിയാവുന്ന നീ പറ. കർത്താവ് പറഞ്ഞു ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, അവ കൊയ്യുന്നില്ല, നിങ്ങൾ അതിന് എത്രയോ ശ്രേഷ്ഠരാ. കാരണം സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ദൈവം അവൻ നമ്മളെ കൈവിടത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിൽ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. വിചാരം വരുമ്പോൾ പിറുപിറുപ്പ് വരും, വിചാരം വരുമ്പോൾ പിറുപിറുപ്പ് വരും. പിറുപിറുപ്പ് പിശാചിന്റെയാണ്. അടുത്തിരിക്കുന്ന കൈ കൊടുത്ത് പറഞ്ഞാൽ പിറുപിറുപ്പ് പിശാചിന്റെയാണ്.
എന്നാ കാര്യം? ഇതിനകത്ത് ആരോട് ചോദിച്ചു? വചനത്തിൽ തെളിവുണ്ടോ? ഒറ്റ തെളിവേ ഉള്ളൂ. എന്നാന്നറിയോ? കർത്താവ് പറഞ്ഞു ചെയ്യരുത്. അപ്പൊ ചെയ്യിക്കുന്ന ആരാ? കർത്താവ് പറഞ്ഞു ചെയ്യരുത്. ഞാൻ ഇന്ന് ഒരു ഉദാഹരണം പറയും. ഇന്ന് ഈ മെസ്സേജൊക്കെ പ്രിപ്പയർ ചെയ്ത് രാവിലെ ദൈവാത്മാവ് പറഞ്ഞു ഇത് പ്രസംഗിക്കണമെന്നൊക്കെ പറഞ്ഞു. രാവിലെ ഭാര്യയ്ക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. എടുക്കാൻ ചെന്നു. 5:45 മിസ് കോൾ വന്നു. ഞാൻ ഓടി അവിടെ ചെന്നു. ഇവിടെ ഇറങ്ങി വന്നു 6:30 എൻ്റെ അപ്പം കർത്താവ് സാധാരണഗതി ഞാൻ വല്ലതൊക്കെ പറയുന്നത്. ഞാൻ ചോദിക്കും എന്നാലും നിനക്ക് നേരത്തെ പറഞ്ഞുകൂടാ? എന്നാലും എൻ്റെ അന്യഭാഷ വരുന്നുണ്ട്, ഞാൻ സ്പീഡ് കൂട്ടുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു, വാ തുറക്കത്തില്ല. എനിക്കിട്ട് ആദ്യം ടെസ്റ്റ് നടന്നിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾക്കും ടെസ്റ്റ് വരും. പിറുപിറുക്കാനുള്ള അവസരം ഇന്ന് പിശാചി തരും. വീട്ടിലോട്ട് ചെല്ലുമ്പോൾ താഴോട്ട് ഈ കാപ്പി കറി മധുരം ഇല്ലല്ലോ. അല്ല മധുരം അങ്ങ് കൂടിപ്പോയി. കിട്ട കാപ്പി കുടിക്കണം. കാപ്പിയില്ല. എത്ര പള്ളിക്കാരോട് താഴോട്ട് വന്നു. നമുക്ക് ദൈവം കാപ്പി വന്നതിനായി. പാട്ടിന്റെ മ്യൂസിക് അങ്ങോട്ട് ഒക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ആരാധിക്കും. നീ ആരാധിച്ചില്ല, ആർക്ക് പോയി? ഇത് പിറുപിറുപ്പ് പിശാചി കൊണ്ടിരുന്നത് മനസ്സിലാക്കേ. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? പിശാചിന്റെ തന്ത്രങ്ങളെ നമ്മൾ തിരിച്ചറിയാത്തവർ അല്ലല്ലോ. അവൻ നമ്മളെ പിറുപിറുപ്പിട്ട് ഒരു പിറുപിറുപ്പ് വന്നോണ്ടല്ലോ എത്ര കൃപയാ നഷ്ടപ്പെടുന്നറിയോ? അതുവരെ പ്രാപിച്ച സാന്നിധ്യമൊക്കെ എതിലേ പോയെന്ന് പോലും നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു കാര്യത്തിലും ദൈവമക്കൾ പിറുപിറുക്കരുത്. അതെ, വേദവസ്തു ഇങ്ങനെ തീമോഥെയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞു, നിങ്ങൾ ഉള്ളത് കൊണ്ട് സന്തോഷിപ്പീൻ. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ദൈവമക്കളാ. പറ ദൈവമക്കളാ. ഉറക്കെ കൈ കൊടുത്ത് പറ ദൈവമക്കളാ. ഉറക്കെ പറ. ഞാൻ കട്ട് ഷോട്ട് ചെയ്ത് ഷോർട്ടായിട്ട് എന്തൊക്കെയോ എൻ്റെ ഹൃദയത്തിൽ കയറി എല്ലാം വാരി വലിച്ച് ഞാൻ പറയാം. ഒരു അവിയൽ പോലെ ഞാൻ പറയാം. നമ്മൾ ദൈവമക്കളാ. ഉറക്കെ പറഞ്ഞ ദൈവമക്കളാ. നമ്മുടെ ജീവിതത്തിൽ എല്ലാം ദൈവം പ്ലാൻ ചെയ്താ. ഉറക്കെ പറ. നമ്മുടെ ജീവിതത്തിൽ എല്ലാം ദൈവം പ്ലാൻ ചെയ്താ. നമ്മുടെ ജീവിതത്തിൽ എല്ലാം ദൈവം പ്ലാൻ ചെയ്താ. അങ്ങനെയെങ്കിൽ കർത്താവ് പറഞ്ഞു നീ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറഞ്ഞ ചിലതിനെ കുറിച്ച് വിചാരപ്പെടേണ്ട ആവശ്യമില്ല. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട. കർത്താവ് ഇങ്ങനെ പറഞ്ഞു. ഫിലിപ്പിയ ലേഖനത്തിൽ തന്നെ പറഞ്ഞു, നിങ്ങൾ ഈ ലോകത്തിൽ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എന്തിനെ കുറിച്ചൊക്കെ? എന്തിനെ കുറിച്ചാ? ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഉറക്കെ പറ. ഒന്നിനെ കുറിച്ചും ആമേൻ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാത്തിനും പിന്നെ എന്നാ ചെയ്യണം? ഇപ്പം കുഞ്ഞുങ്ങളെ വായി തോന്നില്ല ഇവനെ നോക്കി അങ്ങ് പറയും. അതിന് പകരം അതിനെ കുറിച്ച് പറയരുത്. കർത്താവേ നീ പറഞ്ഞു ഇവനെ കുറിച്ച് വിചാരപ്പെടരുത്. ഇവന്റെ പ്രശ്നം കാണുമ്പോൾ നമ്മൾ എന്നാ പറഞ്ഞു? കർത്താവ് ഇവനൊരു പ്രശ്നമുണ്ട്, പക്ഷെ ഇതോർത്ത് വിചാരപ്പെടാൻ നീ എന്നോട് പറഞ്ഞില്ല. പക്ഷെ ഈ പ്രശ്നം ഇവനുള്ളതിനാണ് സ്തോത്രം. ഇതിലൂടെ വ്യാപരിക്കാൻ പോകുന്ന ദൈവത്തിന്റെ അത്ഭുത കാര്യം കാണുക. ഇതിലൂടെ വെളിപ്പെടാൻ പോകുന്ന ദൈവത്തിന്റെ കൃപ കാണുക. കർത്താവേ നന്ദി. ജോലിയൊരു വിഷയമുണ്ട്. വാസ്തവമാണ് പറഞ്ഞത്. ആർക്കാ വിഷയമില്ലാതെ? എല്ലാവർക്കും വിഷയമുണ്ട്. ഉടനെ നമ്മൾ എന്നാ പറഞ്ഞു? കർത്താവേ ഈ ജോലി ഒരു വിഷയമുണ്ട്. ഞാൻ എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ എൻ്റെ അപ്പന്റെ കൈലോട്ട് കൊടുത്തു. എന്നിട്ട് കർത്താവേ അത് നിന്റെ തിരികിത പ്രകാരം അങ്ങ് നടത്തുന്നതായി സ്തുതിഗീതങ്ങൾ പാടി വാഴ്ത്തിപ്പുകൾക്ക് ജീവിക്കുന്നവരാണ് ക്രിസ്ത്യാനി. അല്ലാതെ എല്ലാം സെറ്റപ്പായി ജീവിക്കാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. പക്ഷെ ദൈവവചനം പറഞ്ഞു ഒന്നിനെ കുറിച്ച് നീ പിറുപിറുപ്പെടരുത്, ഒന്നിനെ കുറിച്ച് നീ വിചാരപ്പെടരുത്. ഫിലിപ്പിയ ലേഖനത്തിൽ സഭയോട് പറയുക. ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമുക്കൊരു വിഷയം വരുമ്പോൾ നമ്മൾ എന്നാ ചെയ്യേണ്ടത്? ആദ്യം പിറുപിറുക്കണം, അല്ല പ്രാർത്ഥിക്കണം. പറ രണ്ടും പായ. ഒരു വിഷയം വരുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഉറക്കെ എന്നിട്ട് സ്തോത്രം പറയണം. എന്നിട്ട് നമ്മൾ ആ വിഷയം വിട്ടേക്കണം. നമ്മൾ എന്നാന്നറിയോ? നമ്മൾ പിന്നെ ചുമന്ന് എന്നിട്ട് രണ്ട് ആരാധനയൊക്കെ ആരാധിച്ച് രണ്ട് അടിയൊക്കെ അടിച്ചെന്ന് പോകും. പക്ഷെ ഇതുകൊണ്ട് ഒരു കാര്യവും നടക്കത്തില്ല. കർത്താവ് പറഞ്ഞു നിങ്ങൾ ഒന്നിനെ കുറിച്ചും ഉറക്കെ പറ. ഇന്ന് ശമ്പളം കിട്ടിയില്ലയോ? കർത്താവിന് സ്തോത്രം. കണ്ടോ 6 സ്തോത്രം വന്നില്ല. കണ്ടോ ഒറ്റ മനുഷ്യരുടെ സ്തോത്രം. അത് പാസ്റ്റർക്ക് പറയാം ശമ്പളം കിട്ടിയില്ല, പാസ്റ്റർക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമുണ്ട്. ശമ്പളം കിട്ടിയില്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കർത്താവേ നീ അറിയാതെ എൻ്റെ ശമ്പളം തടയാൻ പറ്റത്തില്ല. നീ അറിയാതെ 100 റിയാൽ എനിക്ക് കുറയത്തില്ല. നീ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. അങ്ങനെങ്കിൽ ഞാൻ നിനക്കല്ലേ സ്തോത്രം പറയേണ്ടത്? പത്രോസിന്റെ ലേഖനത്തിൽ ഞാൻ പറയും നിന്റെ സകല ഭാരവും എവിടെ? ഞാൻ നിങ്ങൾക്കായി കരുതുന്നത് ആകയാൽ. എങ്ങനെ നമ്മൾ ഈ ലോകത്തിൽ കരുതുന്നതിനെ കുറിച്ചാണ് നമ്മൾ പിറുപിറുക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തെ പാപ സ്വഭാവം ഓർത്ത് നമ്മൾ എപ്പോഴെങ്കിലും പിറുപിറുത്തിട്ടുണ്ടോ? വിലാപങ്ങളുടെ പുസ്തകത്തിൽ വാക്യമുണ്ട് 3-ാം അധ്യായത്തിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് പിറുപിറുക്ക്, അതിനെക്കുറിച്ച് ചിന്തിക്ക്. മറിച്ച് ഈ ലോകത്തിൽ കിട്ടാത്ത പലതിനെ കുറിച്ചും നമ്മുടെ ആ സാറ്റിസ്ഫാക്ഷൻ പ്രാപിക്കാൻ പറ്റാത്ത പല വിഷയങ്ങളിൽ നമ്മൾ പിറുപിറുപ്പുള്ളവരായി തീരുക. ഇതെന്താ പറ്റുന്നറിയാമോ? ഇത് നമ്മൾ ദൈവ സാന്നിധ്യത്തെ എടുത്തു കളയും. ഉറക്കെ പറയാണ് ദൈവ സാന്നിധ്യത്തെ എടുത്തു കളയും. ഇന്ന് പകൽ എന്ത് ചെയ്യണം? കർത്താവേ നീ എനിക്ക് തന്നതിനെ ഓർത്ത് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുക. അവൻ അതിശ കുറഞ്ഞു പോയി. ബാബുച്ചാനെ നോക്കുമ്പോൾ എനിക്ക് പറയാം ബാബുച്ചാൻ്റെ അത്ര എനിക്കില്ല. അല്ലെ വർഗീസ് അച്ചാനെ നോക്കുമ്പോൾ ബാബുച്ചാൻ പറയും
പ്രാപിച്ചാൽ എത്രയില്ല. പക്ഷെ അതൊന്നും നമ്മുടെ വിഷയമല്ല. അപ്പൻ നമ്മളെ വിളിച്ചപ്പോൾ 139 സങ്കീർത്തനത്തിൽ പറഞ്ഞു, നിന്റെ ഓരോ നാളുകളും ദൈവം എഴുതി വെച്ച് അങ്ങോട്ട് വിട്ടത്. അർത്ഥം നമ്മുടെ ഓരോ ദിവസങ്ങളും നിമിഷങ്ങളും സ്വർഗത്തിലെ അപ്പച്ചന്റെ തീരുമാനപ്രകാരമാണ് പോകുന്നത്. നീ അകത്തോട്ട് പോയാലും പുറത്തോട്ട് വന്നാലും, നീ സസ്പെൻഡ് ചെയ്യപ്പെട്ടാലും, നീ പുറത്താക്കപ്പെട്ടാലും, നിന്റെ തടയപ്പെട്ടാലും, നിന്റെ ഒന്നും നടന്നില്ലേലും ഇതിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ ആ രണ്ട് കൈകളും അടിച്ച് കർത്താവിന്റെ മഹത്വം വർദ്ധിപ്പിക്കണം. എനിക്കും ദൈവവുമായിട്ടുള്ള ബന്ധം മാത്രം മതി. എല്ലാ വാദവും അമേൻ. അടുത്ത വാക്യം എന്നാ പറയുന്നത്? അമേൻ. ആകേണ്ടത് അവരുടെ ഇടയിൽ ഓക്കെ കൂടാതെ ചെയ്യുവിൻ. എന്ത് ചെയ്യണം? എന്തൊക്കെ ഒഴിവാക്കണം? നിങ്ങൾ എത്ര പേര് വചനം അനുസരിക്കാൻ തയ്യാറാ? എത്ര പേര് വചനം അനുസരിക്കാൻ തയ്യാറാ? ഉറക്കെ പറ, ഞാൻ തയ്യാറാ. അച്ഛാ, മോനെ, സഹോദര, കുട്ട, ചക്കരെ, വചനം കേട്ടിട്ട് ഒരു കാര്യമില്ല. കൈയടിച്ച് പാടിയൊക്കെ വാസ്തവം. പക്ഷെ വിടുതൽ വചനത്തില്ല. നിന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണോ? നിന്റെ ജോലിയിൽ നീ അസാധാരണക്കാരനാകണോ? ജോസഫിനെ കണ്ടുപിടി. എവിടെങ്കിലും ഒരു പിറവിറപ്പിന്റെ വാക്കുകൾ പറഞ്ഞോ? ജോസഫ് അനുഭവിച്ച പോലെ തിക്താനുഭവം ആരനുഭവിച്ചു? ജോസഫ് സ്വന്തം സഹോദരങ്ങളാൽ തള്ളപ്പെട്ടു. ജോസഫ് പൊട്ടക്കടലിൽ എറിയപ്പെട്ടു. ജോസഫിന് പിറവിറപ്പില്ല. ജോസഫ് പുത്തിപറിന്റെ ഭാഗത്ത് വിശ്വസ്തനായി നിൽക്കുമ്പോൾ പുത്തിപറിന്റെ ഭാര്യ ജോസഫിനെ തെറിഞ്ഞു കളഞ്ഞു, അല്ലെങ്കിൽ അവനെക്കുറിച്ച് അപഖ്യാതി പറഞ്ഞു, അവനെക്കുറിച്ച് വേഷണി പറഞ്ഞു വരുത്തി, അവനെ കാരാഗ്രഹത്തിൽ അടപ്പിക്കുക. അത് കാരണമായി തീർന്നു. അപ്പോഴും ജോസഫിന് പരിഭവമില്ല. കാരണം ജോസഫിന് അറിയാം, അവൻ അന്ന് റോമാലേഖനം എഴുതിയിട്ടില്ലെങ്കിലും ജോസഫിന്റെ അന്തരാത്മാവിൽ പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും എന്ന ഉറപ്പ് ജോസഫിന്റെ പിറുപിറുപ്പ് മാറ്റിയെങ്കിൽ ദൈവം ഇതിലെ വചനം വ്യക്തമായി നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ വക്രതയും കോട്ടയുള്ള തലമുറയുടെ നടുവിൽ നമ്മൾ വ്യത്യസ്തരായി തീരണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, പിറുപിറുപ്പ് നമ്മുടെ ജീവിതത്തിൽ അവസാനിപ്പിക്കുക. രണ്ട്, വാദം അവസാനിപ്പിക്കുക. എന്തൊക്കെ അവസാനിപ്പിക്കണം? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? വാദം. അത് അവസാനിപ്പിക്കുക. നീ ഇന്ന് ദൈവ പൈതലായി നിൽക്ക്. നിനക്കായി കരുതുന്നവൻ, ഹല്ലേലൂയ, കർത്താവ് കരുതിയിട്ടുണ്ട്. ഉറക്കെ പറഞ്ഞ്, കർത്താവ് കരുതിയിട്ടുണ്ട്. കർത്താവ് കരുതിയിട്ടുണ്ട്. ഒന്നിനെ കുറിച്ചിരിയും എനിക്കാകുല ചിന്തയിൽ, ആത്മാർത്ഥമായിട്ട് പഠിക്കും. ഒന്നിനെ കുറിച്ചിരിയും എനിക്കാകുല ചിന്തയിൽ. ഒന്നിനെ കുറിച്ചിരിയും, കള്ളം പറയുന്നത് അറിയത്തില്ല. എനിക്കാകുല ചിന്തയില്ല, ജീവനെന്നാ തന്നവൻ ക്ഷേമമായി പാലിക്കുന്നു. നെഞ്ചത്തോട് കൈവച്ച് പാടിക്കേ. ജീവമെന്നാ ഒന്നിനെ കുറിച്ച്. കുറഞ്ഞ ശമ്പളം കയ്യിലോട്ട് കിട്ടുമ്പോൾ ഒന്നിനെ കുറിച്ച് ഇനിയും ചിരിച്ചോണ്ട് കരഞ്ഞോട് പാടരുത്. പ്രതിസന്ധിയും പ്രതികൂലവും വരുമ്പം നമ്മുടെ ദൈവം എവിടെയെന്ന് നമ്മൾ ചിന്തിച്ചു. നമ്മുടെ ജീവിതത്തിൽ ചോദന വരുമ്പോൾ നമ്മുടെ വിശ്വാസം പോവാ. മറിച്ച് പ്രശ്നം വരുമ്പോൾ കയ്യിലോട് നെഞ്ചത്തോട് കൈവച്ചു, ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല, ജീവമെന്നാ തന്നവൻ എന്റെ. അല്ലാതെ നമ്മൾ ഈ മൈക്കിൽ കൂടെ ടി വി കൂടെ കാണുന്നത് പോലെ കൊടുത്തോ ഇപ്പം നിങ്ങളുടെ വീട്ടിലോട്ട് പ്ലെയിൻ കയറി വരും. പ്ലെയിൻ എങ്ങാനും വലിയൊരു പറപ്പിച്ചോണ്ട് വന്ന് ഓടി രക്ഷപ്പെട്ടോണം. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ ദൈവത്തിന് നിഷ്കളങ്ക മക്കളും ആകേണ്ടതിന് എന്തൊക്കെ ചെയ്യണം? എല്ലാ പെരുപെരുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അടുത്ത വാക്യം. അവരുടെ ഇടയിൽ, ആരുടെ ഇടയിൽ? ഈ പിരിവിറുക്കുന്നവരുടെ ഇടയിലും ഈ വാദിച്ച് പ്രശ്നമുണ്ടാക്കുന്നവരുടെ ഇടയിലും നമ്മൾ ആരായി തീരണം? നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട്. എന്ത് പ്രമാണിക്കണം? ജീവന്റെ വചനം പ്രമാണിക്കണം. അപ്പൊ ജീവന്റെ വചനത്തിൽ എന്ത് പറഞ്ഞു? നിങ്ങൾ പെരുപെരുപ്പുണ്ടാകരുത്, വാദമുണ്ടാകരുത്. അപ്പൊ ഇത് രണ്ടും ഉപേക്ഷിച്ചിട്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ഞാനൊരു പ്രകാശമാണ്. ഇവിടെ രണ്ട് പ്രകാശന്മാരുണ്ട്, പക്ഷെ അതല്ല ദൈവം ഉദ്ദേശിച്ചത്. വചനം അനുസരിച്ച് പ്രകാശമായി മാറണം. നമ്മൾ നിൽക്കുന്നിടത്തൊരു വെളിച്ചം. നമ്മൾ വക്രതയും കോട്ടവും ഇരുട്ടിന്റെ മക്കളുടെ നടുവിൽ നിൽക്കുമ്പോൾ നമ്മൾ ആരായി മാറണം? അതെ, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവരെ പോലെ. അവരും ശമ്പളത്തിന്റെ കാര്യം പറഞ്ഞു, കുടുംബജീവിതത്തിന്റെ കാര്യം പറഞ്ഞു, ആഹാരത്തിന്റെ കാര്യം പറഞ്ഞു, ആരോഗ്യത്തിന്റെ കാര്യം പറഞ്ഞു. അവൻ താടി കൈ കൊടുത്തിരിക്കും, നമ്മളും താടി കൈ കൊടുത്ത് അവനോട്ടിരിക്കുക. ഇപ്പുറത്തോട്ട് വന്ന് ദൈവം നമ്മളെ അതിനല്ല വിളിച്ചത്. അവരുടെ നടുവിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി വേണ്ടുന്ന വചനം തന്നെ അങ്ങോട്ട് വിടുന്നത് അവിടെ പോയി പ്രകാശമായിട്ട് നിൽക്കാനാ. വചനം എന്താ പറയുന്നത്? അവരുടെ ഇടയിൽ, ആരുടെ ഇടയിൽ? നിങ്ങളുടെ ഓഫീസിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നവരുടെ ഇടയിൽ എന്തായി മാറണം? എന്തായി മാറണം? ഉറക്കെ പറഞ്ഞാട്ടെ. ജ്യോതിസായി, പ്രകാശമായി മാറണം. ആമേൻ. നമ്മൾ എത്ര പേർ അങ്ങനെ പ്രകാശമാകുന്നുണ്ട്? എത്ര പേർ പ്രകാശമാകുന്നുണ്ട്? ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ?
നമ്മളൊരു എന്താ ഈ പ്രകാശം എന്ന് പറഞ്ഞാൽ? വചനമനുസരിച്ച് അവരുടെ ഇടയിൽ പോയി നിന്ന് അവരെ സുവിശേഷത്തിന്റെ വെളിച്ചം കാണിച്ചു കൊടുക്കേണ്ട ദൗത്യം ദൈവം നമുക്കാണ് തന്നിരിക്കുന്നത്. വചനമനുസരിച്ച് സുവിശേഷത്തിന്റെ വെളിച്ചം അവരിലേക്ക് പകരുവാൻ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ആ ബോധ്യം നമ്മുടെ ജീവിതമാണ് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കേണ്ടത്. നമ്മുടെ ജീവിതമാണ് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കേണ്ടത്. ഒന്നുകൂടെ അടിവരയിട്ട് കൊണ്ടു, നമ്മുടെ ജീവിതമാണ് മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കേണ്ടത്. നിന്റെ ഉത്തരവാദിത്വമാണ് നിന്റെ ഓഫീസിലുള്ള വ്യക്തി, നിന്റെ ഉത്തരവാദിത്വമാണ് നിന്റെ അയൽവാസി, നിന്റെ ഉത്തരവാദിത്വമാണ് നിന്റെ കുടുംബക്കാർ. പക്ഷെ അവർ നിന്റെ ജീവിതം കാണട്ടെ, നിന്നിൽ വെളിപ്പെടുന്ന ക്രിസ്തുവിനെ അവർ കാണട്ടെ, നിന്നിലുള്ള സംതൃപ്തി അവർ കാണട്ടെ, നിന്നിലുള്ള സന്തോഷം അവർ കാണട്ടെ. അത് നിന്നിലുള്ള വെളിപ്പെട്ട് വരുമ്പോൾ ലോകത്തെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുക ദൈവമക്കളായി നമുക്ക് കഴിയും. ഇന്നപ്പോൾ കാലം എത്ര പേര് പറയും, കർത്താവ് വചനം പ്രമാണിക്കാൻ ഞാൻ തയ്യാറാണ്. നമ്മൾ ചോദിക്കും, കർത്താവ് ഇത് കട്ടിയുള്ളത് കിട്ടില്ലല്ലോ. കട്ടിയുള്ളതല്ല, ലഘുവായി കിട്ടുന്നത് അനുസരിക്കേ. എന്തൊക്കെ ഒഴിവാക്കണം? പിറുപിറുപ്പും വാദവും ഉപേക്ഷിക്കണം. പറ, പിറുപിറുപ്പും വാദവും ഉപേക്ഷിക്കണം. എന്തിനെ കുറിച്ചൊക്കെ പിറുപിറുക്കണം? നമ്മൾ ചെയ്യുന്ന പാപത്തെക്കുറിച്ച് പിറുപിറുപ്പുള്ളതല്ല, പക്ഷേ മറ്റൊന്നിനെ കുറിച്ചും നമ്മൾ പിറുപിറുക്കാൻ പാടില്ല. അർത്ഥിക്കാനുള്ള അമേൻ. തീരുമാനിച്ചോ? 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 ഈ നമ്മൾ ഒത്തിരി വചനം കേൾക്കുന്നതിനേക്കാൾ നല്ല കേട്ടതനുസരിക്കുന്നത്. എത്ര പേരനുസരിക്കുന്നത്? എത്ര പേരനുസരിക്കും? എന്നാ കേട്ടോ, ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മളിപ്പോൾ വായിച്ച ഭാഗത്തേക്ക് വന്നേ, 6-ാം വാക്യം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടണം. ഒന്നിനെ കുറിച്ചും. അപ്പം ബിന്ദു ബ്രദറെ എന്തിനെ കുറിച്ചൊക്കെ വിചാരപ്പെടണം? എന്തിനെ കുറിച്ച്? ഉറക്കെ. അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു വിചാരമില്ലായിരുന്നോ? അതെനിക്ക് തരാമോ? എന്തിനെ കുറിച്ചൊക്കെ വിചാരപ്പെടരുത്? ചിലർ പറഞ്ഞില്ലല്ലോ. പിന്നെ എന്നാ ചെയ്യണം? എല്ലാറ്റിലും. ഏതൊക്കെ? നഷ്ടപ്പെട്ടതിനും, പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞതിനും, പ്രതിസന്ധി വരുന്നു എന്ന് പറഞ്ഞതിനും, അല്ല പ്രതിസന്ധിയിലായിരിക്കുന്നതിനും, എല്ലാത്തിനും. പറഞ്ഞ എല്ലാത്തിനും. എല്ലാത്തിനും ഒരു പോംവഴിയെ ദൈവമക്കൾക്കുള്ളൂ. നമുക്ക് ഒത്തിരി പോംവഴികളില്ല. നമ്മള് ഈ ലോക മനുഷ്യൻ നോക്കുന്ന പോലെ സകല പോംവഴികളും നോക്കുക. പക്ഷെ ദൈവമക്കളായ നമുക്കൊരൊറ്റ പോംവഴിയുള്ളൂ. ഇങ്ങനെ നോക്കിയ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. സഹോദര, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. അങ്ങോട്ട് വരാം. ഇത് കേട്ടെ, എല്ലാത്തിനും ഒരു പോംവഴിയേ നമുക്കുള്ളൂ. ആവശ്യമായ നമുക്ക് 100 പോംവഴിയില്ല കേട്ടോ. ദൈവമക്കൾക്ക് 100 പോംവഴിയില്ല. ദൈവമക്കൾക്ക് ഒറ്റ പോംവഴിയുള്ളൂ. എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക. നിങ്ങൾക്ക് ഒറ്റ കാര്യം ചെയ്താൽ മതി പോലെ, നീ സ്തോത്രത്തോടെ ഒന്ന് അറിയിച്ചാൽ മതി. ബാക്കി നോക്കേണ്ടത് നീ ഏൽപ്പിച്ചിട്ട് വേണ്ടാത്ത പണിക്ക് പോകരുത്. ഏൽപ്പിച്ചിട്ട് കാത്തിരിക്കണം. ഈ കഴിഞ്ഞ ദിവസം ഒരു ദിവസം പറഞ്ഞു, വാഗ്ദത്തം ലഭിച്ചത് വാഗ്ദത്തം നിർവഹണത്തിന് വേണ്ടി, വാഗ്ദത്തം നിവർത്തിക്കാൻ വേണ്ടി നീ കാത്തിരിക്കാൻ തയ്യാറാണ്. നിന്റെ വാഗ്ദത്തം നിവർത്തിക്കാൻ ദൈവം മതിയായവനാ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ. ആവശ്യം എന്ത് ചെയ്യണം? പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച് സ്തോത്രത്തോടെ അങ്ങോട്ട് വെച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നീ ആർക്ക് കൈ കൊടുക്കണ്ട. നിന്റെ അടുത്ത പരിപാടി എത്ര നല്ലവൻ എന്റെ യേശുനായകൻ ഏതു നേരത്തും നടത്തിയിടുന്നവൻ. കർത്താവിനോട് കാര്യം പറയുന്നത് വേറൊരാളോട് പറയേണ്ട ആവശ്യമില്ല. ഈ ലോകത്തെ ആരോട് പറഞ്ഞാലും ആർക്കും സഹായിക്കാൻ പറ്റത്തില്ല. എന്നാൽ ദൈവത്തോട് പറഞ്ഞൊരു കാര്യം, അവൻ മാറിപ്പോകുന്ന ദൈവമല്ല. അവൻ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കാത്ത അങ്ങനെ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്ന എഫേസ്യത്തിൽ പറഞ്ഞത്, അപ്പൊ സ്തോത്രത്തോട് അറിയിച്ചു കഴിഞ്ഞ് പിന്നെ ഒന്നും ഉണ്ടാകാൻ പാടില്ല, പിന്നീടുണ്ടാകാൻ പാടില്ല, പിന്നെ വാദമുണ്ടാകാൻ പാടില്ല. അയ്യോ സംഭവിക്കുമോ, അയ്യോ നടക്കുമോ, അവരുടെ നടന്നില്ലല്ലോ, അവരുടെ സൗഖ്യമായില്ലല്ലോ, അവർക്ക് പ്രശ്നം മാറിയില്ലല്ലോ എന്ന് നീ പറയണ്ട. നിന്നോട് പറഞ്ഞ ജോലി മാത്രം നീ ചെയ്താൽ മതി.